സഹോദരീ സഹോദരന്മാരെ, KLF എന്ന പേരിൽ ഏവർക്കും സുപരിചിതമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇന്നിവിടെ തുടങ്ങുന്ന ഈ സാഹിത്യോത്സവം പ്രമുഖരായ എഴുത്തുകാരുടെയും ചിന്തകരുടെയും സാന്നിധ്യത്താൽ അവിസ്മരണീയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നോബൽ സമ്മാന ജേതാക്കളായ വെങ്കി രാമകൃഷ്ണൻ, എസ്തർ ദുഫ്ലോ, ബുക്കർ അവാർഡുകൾ നേടിയ പോൾ ലിഞ്ച്, ജെന്നി എർപ്പൻബെക്ക്, ഗിയോർഗി ഗോസ്പോഡിനോവ് തുടങ്ങിയവരോടൊപ്പം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യയിലും വിദേശത്തുമുള്ള എഴുത്തുകാർ, ചിന്തകർ തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഫ്രാൻസാണ് ഇത്തവണ അതിഥി രാജ്യമെന്നതും 15-ലേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ KLFൽ പങ്കെടുക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 5 രാജ്യങ്ങളുടെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. ഈ നിലക്കുള്ള പങ്കാളിത്തവും പ്രാതിനിധ്യവും കേരളത്തിൻ്റെ വായനാ സംസ്കാരത്തിന് മാത്രമല്ല, സാംസ്കാരിക ടൂറിസത്തിന് പോലും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. 1940-കളുടെ മധ്യത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വഴിവെളിച്ചമായി നിലകൊണ്ട 3 പ്രസ്ഥാനങ്ങളാണ് കേരള ഗ്രന്ഥശാലാ സംഘവും നാഷണൽ ബുക്ക് സ്റ്റാളും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും. ഈ 3 പ്രസ്ഥാനങ്ങളും വായനയുടെ വളർച്ച ഉറപ്പാക്കിക്കൊണ്ട് ആധുനിക കേരളത്തിൻ്റെ മുഖച്ഛായക്ക് തന്നെ മാറ്റം വരുത്തി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ജയ്പൂർ ഫെസ്റ്റിവലിനൊപ്പം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത് ശ്രദ്ധേയമായി. ഇപ്പോൾ കേരളത്തിൽ നിരവധി സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. വിവിധങ്ങളായ സാഹിത്യോത്സവങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അതിൻ്റെ സംഘാടകർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇത് കേരളത്തിൻ്റെ ആകെയും അഭിമാനമാണ്. പുസ്തക വായനാശീലം കൂടുതൽ ഊർജത്തോടെ തിരിച്ചു വരുന്നതായാണ് കാണുന്നത്. നമ്മുടെ യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുസ്തക വായനയെ ആഘോഷമാക്കുന്നു. ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മാത്രം സവിശേഷതയാണിത്. രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ട തുറന്ന സംവാദങ്ങളുടെ വലിയ വേദിയാണ് KLF. ഭരണഘടനയെ ആദരിക്കാനുള്ള പൗരത്വ ബോധമുള്ളവരാക്കി സമൂഹത്തെ മാറ്റി തീർക്കാനും KLF തുടങ്ങിവെച്ച സാംസ്കാരിക വിനിമയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള സാഹിത്യോത്സവങ്ങളിലൂടെ നടത്തുന്ന ആശയ മുന്നേറ്റങ്ങൾ ശ്ലാഘനീയമാണ്. നൊബേൽ, ഓസ്കാർ, മാക്സസെ, ജ്ഞാനപീഠം, സരസ്വതി സമ്മാൻ ജേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി കേരളീയർക്ക് സംവദിക്കാനുള്ള വേദിയാണ് നിങ്ങളിവിടെ ഒരുക്കുന്നത്. KLF കഴിഞ്ഞ 7 പതിപ്പുകളിലൂടെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ പ്രസരിപ്പിച്ച ഊർജം ചെറുതല്ല. കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ശ്രദ്ധേയമായ തുടർ വിജയങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. കോഴിക്കോടിന് സാഹിത്യ നഗര പദവി നേടിത്തരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആ പദവി നിലനിർത്തുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നത് സന്തോഷകരമാണ്. വ്യത്യസ്തമായ പുരോഗമനാശയങ്ങളും വൈവിധ്യമേറിയ സാഹിത്യ സംവാദങ്ങളും നമ്മുടെ സാഹിത്യത്തെയും സാംസ്കാരിക വളർച്ചയെയും മുന്നോട്ട് നയിക്കാൻ അനിവാര്യമാണ്. എല്ലാം ഏകശിലാരൂപത്തിലാക്കിയെടുക്കാൻ അധികാര കേന്ദ്രങ്ങൾ വ്യഗ്രതപ്പെടുന്ന കാലത്ത് വൈവിധ്യ സമൃദ്ധിയെ ആഘോഷിക്കുന്നു നിങ്ങൾ. ഇതിൽ പുരോഗമനപരമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഈ വഴിയിലൂടെ മാതൃകയായി മുന്നേറുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നാടിനാകെ അഭിമാനം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.